കഴിഞ്ഞ മാച്ചിൽ നമുക്ക് ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടെങ്കിലും വൈപ്പൊന്നും ആയിട്ടില്ല. എല്ലാവരും ഒരു 4 പേര് 3 പേര് വെച്ച് അങ്ങ് വിട്ടിട്ട് അവർ ബാക്ക് ഓഫ് ചെയ്ത് വീണ്ടും പൊസിഷൻ എടുത്ത് എല്ലാവരും മാക്സിമം പൊസിഷൻ പോയിന്റ് പ്രിഫർ ചെയ്ത് തന്നെയാണ് കളിക്കുന്നത് ആക്ച്വലി. ഇപ്പോൾ പ്ലേയേഴ്സ് എല്ലാവരും തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവസാന പ്ലെയറും ചാടിയിരിക്കുന്നു ഫ്ലൈറ്റിൽ നിന്ന്. ടീമുകളെ ദയവ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഹോസ്റ്റ് സോറി മാഫിയ രായൻ വെൽക്കം. മാഫിയ ജീവൻ സോറി, ഒന്ന് സ്ക്രീൻ സൈസ് വലുതായിക്കോട്ടെ. ഓക്കെ ഫൈൻ, ഇപ്പൊ കാണാം, കാഴ്ച വന്നു. ഓക്കെ, അയ്യോ അവിടെ 2 ടീം ഇറങ്ങുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഈ ഒരു മാഫിയയുടെ പെർഫോമൻസ് നമ്മൾ ക്വാളിഫയേഴ്സിൽ കണ്ടതാണ്. 3-3 മാച്ചും ചിക്കൻ ഡിന്നർ ആഷ് വൺ അടിച്ച് സെമി ഫൈനൽസിലോട്ട് കയറി വന്നൊരു ടീമാണ്. ആൻഡ് DLXനെ തൊട്ടടുത്ത് ഒരു പ്ലെയർ NTXലെ പ്ലെയർ വീണിട്ടുണ്ട്. അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നോക്കുക. NTXലെ മിറാക്കിൾ, DLXലെ കുറിപ്പിടാൻ ഇവിടെ മേളിൽ നിൽക്കുന്നു. ആ DLXലെ ഒരാൾ ഇവിടെ വന്ന് മറിഞ്ഞു വീണിട്ടുണ്ട്. ആൻഡ് ഗണ്ണെടുത്തിട്ടുണ്ട്, അടിക്കാൻ പോവാണെന്ന് തോന്നുന്നു. DLXന്റെ സൈഡിൽ നിന്ന് നല്ലൊരു ബാക്കപ്പ്. DLX RS7 സൈഡിൽ നിന്ന് നല്ലൊരു ബാക്കപ്പ്. പക്ഷേ നൂപ്സി ഓറ നോക്കാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നോക്ക് ടാഗ് കൊടുത്തോണ്ടിരിക്കുന്നു. നോക്കാവോ ഇല്ലയോ നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്ക് ഇവിടെ RS7 ആണോ ഇടുന്നത്? ഈ ലോബിൽ, കഴിഞ്ഞ ലോബിൽ വില്ലുമോനാണ് ആദ്യത്തെ നോക്ക് ഇട്ടത്. ഈ ഒരു ലോബിൽ പക്ഷേ NTXലെ ആക്സൽ ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. ജോഷുവായും RS7 ജോഷുവ ഗെറ്റിംഗ് ദ ഫസ്റ്റ് പിക്ക്. രണ്ടാമത്തെ ഗ്രൂപ്പ് ബിയിലെ ഫസ്റ്റ് പിക്ക് എടുക്കുന്നത് ജോഷുവയാണ്. ജോഷുവ അവിടെ നോക്കാക്കിയിട്ടുണ്ട്. കുറിപ്പിടാനി ഇവിടെ വന്ന് ലൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. RS7 വേഴ്സസ് NTX ആണ്. NTXലെ ബാക്കി പ്ലേയേഴ്സ് എല്ലാം ബാക്ക് ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, NTXലെ മിറാക്കിൾ അവിടെ പോകുന്നു. എന്തായാലും അവരെ DLXനെ അറിയാം, ഇവരുടെ കയ്യിലൊന്നും ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. അവർ പെട്ടെന്ന് അഗ്രസീവായിട്ട് പുഷ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ കറന്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഇതാണ്. അടുത്തടുത്ത് വേറെ ടീമുകൾ, എല്ലായിടവും ഫൈറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ മാഫിയ വേഴ്സസ് RB7 നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് VNV തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഉഷ്ണമൂല വേഴ്സസ് ആരാണ്, മാസ് നടക്കാനുള്ള ചാൻസും ഉണ്ട്. സോ വള്ളി ടീംസ് ഇവിടെയാണ്. ഇവിടെ NXT ചെന്ന് കയറാൻ പോകുന്നത് വള്ളി ടീംസിന്റെ അടുത്തോട്ടാണ്. നമുക്ക് നോക്കാം എന്തായാലും എന്ത് സംഭവിക്കും എന്ന്. ഓക്കെ, അപ്പോ TVA നമ്മുടെ ജയിലിനകത്താണ് പൊസിഷൻ പിടിച്ചിരിക്കുന്നത്. അവരുടെ അടുത്ത് തന്നെ ഇപ്പോൾ കറന്റ് വേറെ ടീംസ് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ അടുത്ത ഫൈറ്റുകൾ ഉടനെ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമ്മൾ. സോ ഇന്നലെ ഈ ഒരു സ്പോട്ടിൽ നടന്ന ഫൈറ്റ് എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഫൈറ്റ് ആയിരുന്നു ഇന്നലെ TVX CSKയുടെ സൈഡിൽ നിന്ന്. ഏകദേശം 3 സ്ക്വാഡിനെയാണ് അവിടെ വൈപ്പാക്കിയത്. നല്ലൊരു ഗെയിം പ്ലേ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നോക്കാം. മാസ് ഇവിടെ മോട്ടൽ ബിൽഡിംഗ് കംപ്ലീറ്റ്ലി ലൂട്ട് ചെയ്ത് സെറ്റായി നിൽപ്പുണ്ട്. ആൻഡ് മാസിന്റെ അടുത്തേക്ക് കറന്റ് വേറെ പ്ലേയേഴ്സ് ഒന്നുമില്ല. ഉഷ്ണമൂല അവരുടെ പൊസിഷനുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മാഫിയയുടെ അടുത്ത് വേറെ പ്ലേയേഴ്സ് ഒന്നുമില്ല. കറന്റ് ഒരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് പെട്ടെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സോൺ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് സോൺ എനിക്ക് തോന്നുന്നു നമ്മുടെ ആർക്കാണ്, മോസിലല്ലോ, ഉഷ്ണമൂലയ്ക്കും. അതുപോലെ തന്നെ സെന്റർ ഓഫ് ദ സോൺ നോക്കുവാണെങ്കിൽ മാസായിട്ട് സെന്റർ ഓഫ് ദ സോൺ ഹോൾഡ് ചെയ്ത് നിൽപ്പുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ അവർക്ക് ഫൈറ്റ് എടുത്തവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർ ഡ്രോപ്പ് ചെയ്തു. DNX അങ്ങനെ ഒരു ടീം ഇവിടെ നമുക്കില്ല. കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് DNX എന്ന് പറയുന്ന ഒരു ടീം കറന്റ് ഇല്ല. നമുക്ക് RS7X DLX ആണ് കറന്റ് ഉള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ നോട്ടിക് എക്സിന്റെ ബാക്കിയുള്ള പ്ലേയേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് TVയുടെ അടുത്തോട്ടാണോ പോകുന്നത്? അതെ, TV വേഴ്സസ് ഒരു നോട്ടിക് എക്സ് നടക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. മാഫിയ നോക്കുവാണെങ്കിൽ സേഫ് ആയിട്ട് സ്റ്റോൺ സെന്ററിലേക്ക് വരുന്നുണ്ട്. മാസ് വേഴ്സസ് മാഫിയ നടക്കാനുള്ള ചാൻസസും ഉണ്ട്. ഫ്രണ്ടിലായിട്ട് ജയിലിൽ നിന്ന് TV റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അപ്പുക്കുട്ടൻ അവര് റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുവാണ്. പക്ഷെ അവരുടെ തൊട്ട് ലെഫ്റ്റിലായിട്ട് നോട്ടിക് എക്സിലെ പ്ലേയേഴ്സ് അവിടെ വരുന്നുണ്ട്. വള്ളി ടീംസ് ഒരു മരമാണ്. ഓൾറെഡി അവർ ജനിച്ചപ്പോ തന്നെ ഒരു മരമായിട്ടാണ് ജനിച്ചത്. വാറ്റുപോകൊക്കെ ശരിക്കും ഒരു മരത്തിന്റെ സ്ട്രക്ചറോട് കൂടി തന്നെ പോകുന്നു. ഒരു ഡ്രസ് കോഡ് ഉറപ്പായിട്ട് കണ്ണാപ്പി ചൂസ് ചെയ്തതാണ്. അതിന് എന്തുകൊണ്ട് വാറ്റുപോകു അംഗീകരിച്ചു എന്നുള്ളതിലാണ് ഇവിടെ ഒരു ചോദ്യം. അതെ, അത് കണ്ണും പൊട്ടി സമ്മതിച്ചു കൊടുത്തു വാറ്റുകോക്കു. പഴയ പ്രതാപം ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു വാറ്റുകോക്കുവിനെ ഇംപ്രസ് ചെയ്തിരിക്കുന്നു കണ്ണാപ്പി.
കണ്ണാപ്പി വെൽ ഡൺ കണ്ണാപ്പി. കുറെ നാൾക്ക് ശേഷം വരുന്നതല്ലേ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് കണ്ണാപ്പി പറഞ്ഞിട്ടുണ്ടാവും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ DLX RZ7 സോൺ ടിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. സോ കറന്റ്ലി വേറെ എങ്ങും തന്നെ ഒരു ഫൈറ്റ് ഇല്ല. ഇവർ ഈ ഫൈറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. കറന്റ്ലി വേറെ എങ്ങും തന്നെ ഫൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇപ്പോഴും രണ്ട് ടീം സോണിന്റെ വെളിയിൽ ഒത്തിരി ദൂരെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അവര് സോണിലോട്ട് വരാൻ പ്ലാൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അവർക്ക്. NTXലെ 2-3 പ്ലേയേഴ്സിനെ അവർക്ക് ആദ്യമേ 2 പ്ലേയേഴ്സിനെയാണ് തോന്നുന്നു ആദ്യമേ, അതോ ഒരു പ്ലെയറിനെയാണോ? 2 പ്ലെയറിനെ നഷ്ടപ്പെട്ടു. അല്ല, ഒരാളില്ല, ഒരാൾ അവസാനത്തെ HP ആയിട്ട് രക്ഷപ്പെട്ടായിരുന്നു. അടുത്ത ജില്ലയിലേക്ക് കയറി പുള്ളി. മാസും അവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് അടുത്ത ഫൈറ്റിന് പോകാനുള്ള പരിപാടിയാണോ മാസിന്റെ സൈഡിൽ നിന്ന്? എന്തായാലും അറിഞ്ഞുകൂടാ, നമുക്ക് എന്തായാലും നോക്കാം. മാസ് മല കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. അല്ല, മാസ് അല്ല മല കൺട്രോളിൽ വെച്ചിരിക്കുന്നത്. മാസ് താഴെയാണ്, ഗ്യാസ് സ്റ്റേഷൻ ഏരിയയിലാണ് മാസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ക്വിക്ക് ആയിട്ടുള്ള റൊട്ടേഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉഷ്ണമൂലയാണ് മല കൺട്രോളിൽ വെച്ചിരിക്കുന്നത്. സോ ലാസ്റ്റ് മാച്ചിന്റെ ഓവറോൾ സ്റ്റാൻഡിംഗ് വന്നിട്ടുണ്ട് ഗൈസ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ ക്ലാസിക്കോ വിത്ത് 29 പോയിന്റ്സും TVA വിത്ത് 17, KBസർ വിത്ത് 13 കറന്റ്ലി ഉള്ള പോയിന്റ് ടേബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് താഴോട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് മുന്നിലോട്ട് വരാനുള്ള പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. EC വിത്ത് 29 ആൻഡ് TVA വിത്ത് 17 ആൻഡ് KBസർ വിത്ത് 13, 40G വിത്ത് 10, Z30 വിത്ത് 80, ഡീവിൽ വിത്ത് 6, CID വിത്ത് 3 ആൻഡ് റാൻ വിത്ത് 1 പോയിന്റ് ആണ് കറന്റ്ലി ഉള്ള പോയിന്റ് ടേബിൾ എന്ന് പറയുന്നത്. സോ എങ്ങനെ വേണമെങ്കിലും മാറാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ടേബിൾ ആണ് ഗ്രൂപ്പ് നമ്പർ 3യുടേത്. നമുക്ക് നോക്കാം ഗ്രൂപ്പ് നമ്പർ 4ന്റെ മാച്ചസോടെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു DLX ഇപ്പൊ കറന്റ്ലി മലക്കപ്പാറ കൺട്രോൾ എടുത്തിരിക്കുകയാണ്. മലക്കപ്പാറ? ആ, മലയും പാറയും ഒരുമിച്ചുള്ള സ്ഥലം അറിയില്ലേ മാപ്പില്? അത് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ഏതൊരു സ്ഥലമാണ് ഈ മലക്കപ്പാറ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് RPയിലുണ്ട്, നമ്മളങ്ങനെ പറയാറുള്ളതാണ്. മലക്കപ്പാറ എന്നൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് ആർപ്പിക്കാത്ത കേട്ടാ. നമ്മള് ലേറ്റ് നൈറ്റ് RPയിലുള്ളതാണ് ആണല്ലേ? ഓക്കെ. സോ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റും 10 സെക്കൻഡിലും സോൺ ക്ലോസ് ആവുന്നതായിരിക്കും. ഇതാണ് മലക്കപ്പാറ. ഓക്കെ, മലക്കപ്പാറയിൽ നമ്മുടെ DLX RZ7 അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് 10 സെക്കൻഡ് അല്ല, 1 മിനിറ്റിൽ സോൺ ക്ലോസ് ആവുന്നതായിരിക്കും. സംഭവം എന്റെ കൺട്രോൾ ഉണ്ടെന്ന് ഞാൻ എന്തെങ്കിലും 4 താളം വിട്ടു എന്നെ കില്ലിന്റെ കൗണ്ടൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്റെ ഇല്ല ഒന്നും. ഞാൻ ഇതിൽ കാണുന്നത് എനിക്ക് പറയാൻ പറ്റൂ. സോ കറന്റ്ലി നോക്കുകയാണെങ്കിൽ RZ7 മാത്രമാണ് ഒരു കില്ല് സെക്യൂർ ചെയ്തിട്ടുള്ളത്. ബാക്കി ആർക്കും തന്നെ കില്ലുകളൊന്നുമില്ല. മാഫിയക്കും മാസ്റ്റിനും നോട്ടിക്സിനും RB7നും TVAക്കും ഉഷ്ണമൂലയ്ക്കും VNVക്കും കില്ലുകളൊന്നും സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നോട്ടിക്സിലെ ഒരു പ്ലെയറിനെ ആ ഡ്രോപ്പ് ഫൈറ്റിൽ RZ7 ഒരു കില്ലെടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കില്ല് അവർ RZ7 സെക്യൂർ ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ സോൺ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത സോൺ എങ്ങോട്ട് പോകും നോക്കാം. അടുത്ത സോണിൽ എന്തായാലും പ്ലേയേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അടുത്ത സോൺ നമുക്ക് എങ്ങോട്ട് പോകും നോക്കാം. അതായത് ഫസ്റ്റ് സോണിൽ ഫൈറ്റ് നടക്കാത്ത സ്ഥിതിക്ക് രണ്ടാമത്തെ സോണിൽ എല്ലാവരും കൂടെ വന്ന് തിങ്ങി ഒരു ഫൈറ്റ് ഉറപ്പായിട്ടും നമുക്കത് പ്രതീക്ഷിക്കാം. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സോണ് എവിടെയാണ് വരുന്നതെന്ന് അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പൊ തന്നെ അറിയാൻ കഴിയും എവിടെയാണ് അടുത്ത വലിയ വെടിവെപ്പ്. സോ അടുത്തൊരു സോൺ വന്നിട്ടുണ്ട്. അടുത്തൊരു സോണിലേക്ക് സ്റ്റിൽ നോക്കുകയാണെങ്കിൽ മാസ് സോണിനകത്ത് തന്നെ ഉണ്ട്, നോട്ടിക്കൽസ് സോണിനകത്തുണ്ട്, TVS സോണിനകത്തുണ്ട്, അതുപോലെ തന്നെ ഉഷ്ണമൂലയും സോണിനകത്തുണ്ട്. ബാക്കി ടീമുകൾക്കെല്ലാം സോണിലേക്ക് വരണം. ഇവിടെ നോക്കുകയാണെങ്കിൽ മാഫിയ സോൺ ടിപ്പിലേക്ക് പോയി അവർ ഫൈറ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു തോന്നുന്നു. RB7 ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. അതുപോലെ RZ7 സോണിനകത്തോട്ട് എൻ്റർ ആവുന്നു. ഈ ഒരു സോണിലും ഫൈറ്റുകളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ ഫൈനൽ സോൺ വിൽ ബി വേറെ ലെവൽ ആയിരിക്കും എന്ന് തന്നെ പറയണം. ഉഷ്ണമൂല അവിടെ മേൽവശത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് മലയുടെ മുകളിൽ. അല്ല, ഇത്തവണ എന്തായാലും ഫൈറ്റ് നടക്കും. കാരണം മാസ് നിൽക്കുന്നത് എനിക്കൊന്ന് എല്ലാവരും വന്ന് കയറാൻ പോകുന്നത് മാസിന്റെ പൊസിഷൻ ആയിരിക്കും ഇനി അടുത്ത് എല്ലാവരും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാസ് ഏകദേശം നോക്കുവാണെങ്കിൽ സെന്റർ ഓഫ് ദ സോൺ എന്ന് പറയാൻ പറ്റത്തില്ല. മാസ് കുറച്ച് സൈഡിലാണ്. അപ്പൊ അങ്ങനെ ആരും ഇവിടെ അങ്ങനെ സോൺ സെന്റർ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ടീമുകൾ വളരെ കുറവാണ്. സോൺ സെന്റർ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ലാസ്റ്റിലത്തെ തേർഡ് പാർട്ടിയിൽ ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവരും എന്നാലും കോമൺലി ആൾക്കാർ മോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വന്ന് കയറാനൊരു ത്വരയുള്ള ഒരു സ്ഥലമാണ്. ആക്ച്വലി മോട്ടൽ ബിൽഡിംഗ് കുറച്ച് ഫൈറ്റ് വരുന്ന ഏരിയയാണ്. ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ബ്രോക്കൺ ഫ്ലൈറ്റിന്റെ അവിടെ നിന്ന് DLX സോണിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. DLX സോണിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. DLX പോണ പാത്തിൽ ആരും തന്നെ ഇല്ല. ഇത് എന്താണ് ഒരു മാർക്ക് വന്നത്? എങ്ങനെ മാറ്റുന്നത്?
മാർക്ക് പോയല്ലേ. സോ നമുക്ക് നോക്കാം. വളരെ കാം സ്റ്റാർട്ടായിരുന്നു. നമുക്ക് ഒന്നും തന്നെ ഫസ്റ്റ് ചെയ്യാനില്ലാത്തൊരവസ്ഥ. ഒരു പ്ലെയർ മാത്രമേ ഡെഡും ആയിട്ടുള്ളൂ. ആരും ഫൈറ്റ് എടുക്കുന്നില്ല. കംപ്ലീറ്റ് നിശബ്ദത. ആകെ വായ്ത്താളം അടിക്കുന്നത് ഞാനും ബാബുവും മാത്രം. അതെ, ഒരു വെടിവെച്ച പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഫസ്റ്റ് അല്ല, വെടി വെച്ചിട്ട് പോലും ഇല്ല ആരും. തുടക്കത്തിൽ ആ ഒരു 4 വെടിയില്ല. ആൾക്കാരെ കണ്ടാലല്ലേ വെടിവെക്കാൻ പറ്റുള്ളൂ. അവര് തമ്മിൽ കണ്ടിട്ടില്ല ഇതുവരെ. ഭയങ്കര ഹാർഡ് ട്രൈ ആണ് നടക്കുന്നത്. പക്ഷെ എന്നാലും കളി മാറ്റിമറിക്കാൻ കഴിവുള്ള കുറച്ച് പേര് ഈ കളിക്കകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏക പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, DLX അവിടെ പ്ലെയിൻ ക്രാഷിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ TVയെ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. TVയുടെ അടുത്തേക്കാണോ DLX വരുന്നത്? അല്ല, TVയുടെ അടുത്തേക്കല്ല. TVയെ കുറച്ച് തൊട്ടിപ്പുറത്താണ്. TVയെ കുറച്ച് സ്പ്ലിറ്റപ്പ് ആയാണ് കളിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ രായൻ മാത്രം കുറച്ച് മാറി നിന്നാണ് കളിക്കുന്നത്. ആൻഡ് ഇവിടെ RZ7 സെന്റർ ഓഫ് ദ സോണിലേക്ക് വരുന്നു. അതുപോലെ തന്നെ മാസും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. മാഫിയ ഒരു സോൺ ഔട്ട് റൊട്ടേഷൻ എടുത്ത് ഉഷ്ണമൂലയുടെ അടുത്തേക്കാണെന്ന് തോന്നുന്നു വരുന്നത്. ആൻഡ് ഈ ഒരു സോൺ 1 മിനിറ്റ് 48 സെക്കൻഡിലും സോൺ ഹോൾഡ് തീരുന്നതായിരിക്കും. അതിനു മുമ്പ് സേഫ് ആയിട്ട് എല്ലാവരും സോണിലേക്ക് കയറാനുള്ള അറ്റംപ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് ലൈക്ക് എന്ത് പറയാനാണ് വാല്യൂബിൾ പ്ലെയർ MVP ഓഫ് ദ ടൂർണമെന്റ് നിങ്ങൾക്ക് തോന്നുന്നത് ആരായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഈ മാച്ചിലെ ഒരു MVP ആണെന്ന് തോന്നുന്നത്? ഏകദേശമുള്ള എല്ലാവരും പ്ലെയേഴ്സിനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്യാമറ കൂടെ കാണിച്ചു തരാം. നിങ്ങളും കുറച്ച് ഇന്ററാക്ട് ചെയ്ത് എൻജോയ് ചെയ്യാം. വില്ലു ഈ ലോബിയിലില്ല. ഈ ഒരു ലോബിയിലെ കാര്യമാണ് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ലോബി എന്നെ പോലെ കാര്യം അറിയാത്ത കുറെ പേര് ഇപ്പോഴും ഈ ചാറ്റിലുണ്ട്. അത് നീ ചോദിച്ച ക്വസ്റ്റ്യനും ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് വളച്ചൊടിച്ച് ചോദിച്ചാൽ ടൂർണമെന്റ് എന്നൊരു മെൻഷനിങ് ചെയ്തു. ടൂർണമെന്റ് എന്നൊരു മെൻഷനിങ് നിന്റെ സൈഡിൽ നിന്ന് വന്നായിരുന്നു. അതുകൊണ്ട് ശരിയാണ്. സോ എല്ലാവരും കണ്ണാപ്പിയൊക്കെ പറയുന്നുണ്ട്. ചോദ്യം ക്യാൻസൽ പിൻവലിച്ചിരിക്കുന്നു. വാലിഡ് അല്ല, ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് വളരെ ഒരു ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആൻഡ് അതിലും വലിയ ഇൻവാലിഡ് ആൻസേഴ്സ് ആണ് ചാറ്റിൽ. ഇവിടെ ഒരുപാട് ആരാധകർ TVയിലെ വാറ്റ് ഗോഗു എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പ്ലേ സ്പെക്ക് വാറ്റ് ഗോഗുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഒരുപാട് വാറ്റ് ഗോഗു ആരാധകർ ഒരുപാട് പേര് ഇവിടെ വാറ്റ് ഗോഗുവിനെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. സ്പെക്കിലുള്ള ആൾ പ്ലേസ് പക്കു വാറ്റ് ഗോഗുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. വാറ്റ് ഗോഗു വാറ്റ് ഗോഗു ഒരു ഇന്ററാക്ഷൻ ആണോ വാറ്റ് ഗോഗുമായിട്ട് നടക്കുന്നത്? ടൂർണമെന്റാ വാറ്റ് വിചാരിച്ച വാച്ചിനെ ഇന്റർവ്യൂ എടുക്കാൻ വരുവാണ്. സംഭവം രായൻ ബഗ്ഗായോ? രായൻ ബഗ്ഗായി. സോ അതാ രായൻ വേറെ എവിടെ ദൂരത്തോടെ നിന്നിരുന്ന അതാണ്. VNV വേഴ്സസ് NXT ഫൈറ്റ് നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. നമുക്ക് നോക്കാം. സോ അടുത്തൊരു സോൺ എങ്ങോട്ട് വരുമെന്ന് നമുക്ക് നോക്കാം. സോൺ 1 മിനിറ്റ് 23 സെക്കൻഡിലും സോൺ ക്ലോസിംഗ് ആണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ VNV നെല്ലിക്ക ഇവിടെ NTXന് എടുത്തിട്ടാണ് വരുന്നത്. VNV വേഴ്സസ് NTX ഒരു ഫൈറ്റ് കമ്മിറ്റ് ആവാനുള്ള ചാൻസ് ഒരു 9v10. NTXന് 9 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു ഡിസഡ്വാൻറ്റേജ് VNVക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. അടിപൊട്ടിയിരിക്കുന്നു VNV വേഴ്സസ് NTX. ഇതൊരു റിഡ്ജ് ഫൈറ്റ്, ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആണ്. ബട്ട് സ്റ്റിൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നോക്കാം. ഒരു മൊളട്ടോ വന്നു അങ്ങോട്ട്. ഒരാൾ അവിടെ നേരെ NTX ഒരു സെക്കൻഡ് കൂടെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ ഓപ്പൺലി VNV കിട്ടിയായിരുന്നു. അതൊരു ഫ്രീ ഫയർ ആരുടെ സൈഡിൽ നിന്ന് വന്നതാണ്. നമുക്ക് നോക്കാം. VNV വേഴ്സസ് NTX. അടി രാജാ റെഡ്ഡി അവിടെ താഴെ പോയിരിക്കുന്നു. ഒരു റിഡ്ജ് കുറച്ച് ഡിഫിക്കൽറ്റി ഉള്ള ഫൈറ്റ് എടുക്കാൻ പാടുള്ള ഒരു റിഡ്ജ് കൂടിയാണ് അവിടെ VNV വേഴ്സസ് NTX നടക്കുന്നു. ആൻഡ് ഇവിടേക്ക് തേർഡ് പാർട്ടി വരാൻ ഏതെങ്കിലും ടീം ശ്രമിക്കുന്നുണ്ടോ? അതെ, ഇവിടെ RZ7 ഇവിടെ ഒരു തേർഡ് പാർട്ടിക്ക് ട്രൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അവർ കുറച്ച് പേര് ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷെ VNV ആ ഫൈറ്റ് എടുക്കാതെ ഓപ്പണിലേക്ക് പോയത് കുറച്ച് മണ്ടത്തരമായി പോയെന്ന് തോന്നുന്നു. VNVയിലെ പ്ലേയേഴ്സിന് നല്ല ടാഗ് കിട്ടുന്നു. VNVയിലെ പ്ലേയേഴ്സ് ബാക്ക് ഓഫ് ചെയ്യുവാണോ? അവർ ഭയങ്കര ഓപ്പണിലായി പോയി. VNV വേഴ്സസ് NTX. സോ വേറെ ടീമുകളൊന്നും തേർഡ് പാർട്ടിക്ക് വരാനുള്ള ചാൻസസ് ഇല്ല. ആൻഡ്
സോൺ നമുക്ക് എങ്ങോട്ട് പോകുന്ന നോക്കാം. സോൺ ഈ ഒരു സോൺ നമുക്ക് എങ്ങോട്ട് പോകുന്ന നോക്കാം. സോൺ TVയുടെ സൈഡിലേക്ക് സോൺ പോയിരിക്കുന്നു. അഗെയിൻ TVX വള്ളി ടീംസ് നിൽക്കുന്ന സൈഡിലേക്ക് സോൺ പോയിരിക്കുന്നു. ഈ ഒരു ഏരിയയിലേക്കാണ് സോൺ. ആൻഡ് സോണിൽ നോക്കുവാണെങ്കിൽ R67 സോണിലുണ്ട്, അതുപോലെ തന്നെ മാസും സോണിലുണ്ട്. NTX and VNV ഫൈറ്റ് അവര് കമ്മിറ്റ് ചെയ്യുവാണ്. അതെ, ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുവാണ് അവര്. And okay, finally VNV committing the fight. VNV ആ ഒരു ഫൈറ്റ് എടുക്കുവാണ്. നമുക്ക് നോക്കാം NTX-ലെ ഒരു പ്ലെയർ VNV പോട്ടറിനെ അടിച്ച് നോക്കാക്കുന്നു. നെല്ലിക്ക നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് തോന്നുന്നു. നെല്ലിക്കക്ക് നല്ല ടാഗ് കിട്ടുന്നു. നെല്ലിക്ക അവിടെ നോക്കാം. നെല്ലിക്ക ഒരു നോക്കില്ല. VNV-ലെ ആർട്ടിസ്റ്റ് ലോക്കി അവിടെ NTX-ലെ ഒരു പ്ലെയറിനെ കൂടി നോക്കിടുന്നു. VNV vs NTX and NTX ജാസി അവിടെ VNV നെല്ലിക്ക നോക്കിടുന്നു. VNV തിരിച്ചു ഒരു നോക്കിടുന്നു. ആർട്ടിസ്റ്റ് ലോക്കി ഒരു നോക്കിടുന്നു. ആൻഡ് NTX ജാസി അടുത്തൊരു നോക്കിടുന്നു. NTX ജാസി NTX vs VNV. NTX ഉണ്ണിമോൻ ഒരു നോക്കിടുന്നു. VNV ആൻഡ്രോ അവിടെ 2 ഷോട്ട് ഫോർ 69 നോക്കിടുന്നു. ഉണ്ണിമോൻ ആ കില്ല് ഫിനിഷ് ചെയ്ത് കളയുന്നു. നമുക്ക് നോക്കാം. VNV ആൻഡ്രോ നോക്കിടുന്നു. VNVക്ക് ഇനി 4 പ്ലേയേഴ്സ് മാത്രം ബാക്കി. VNV vs NTX. VNV ആർട്ടിസ്റ്റ് ലോക്കി ആകെ ഒരു കില്ല് ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് VNV vs NTX ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. VNV അവിടെ VNV സെറ്റ് ആയോ? VNV 2 നോക്കിടുന്നു. VNV-യുടെ കംബാക്ക് ആണോ? VNV 4 പേരിൽ നിന്ന് ഈ കളി തിരിച്ചു പിടിക്കുവാണോ? VNV-യുടെ സൈഡിൽ നിന്ന് ഉണ്ണിമോൻ അവിടെ വന്ന് അടുത്ത് നോക്കിടുന്നു. VNV ജോ അവിടെ നോക്കിടുന്നു. VNV രാജ റെഡ്ഡി ഒരു നോക്കിടുന്നു. 2v2ലേക്ക് എത്തിച്ചിരിക്കുന്നു. 2v2ലേക്ക് 1v2ലേക്ക് എത്തിയിരിക്കുന്നു. 1v2 ഷവർമ മാത്രം ബാക്കി. VNV ഷവർമ മാത്രം. ഹലോ, ഒരാളൂടെ മാത്രം ബാക്കി. ആൻഡ് പോയ കളി VNV തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരാളെ റിവൈവും ചെയ്തു, രണ്ടുപേരെ റിവൈവ് ചെയ്തു. VNV-യുടെ ഒരു കംബാക്ക്. എന്തൊരു കളി കളിച്ചത് എന്റെ പൊന്നു. അവരൊരു 4 പേര് നിന്ന് ഏകദേശം അവരുടെ 8 പേരോളം അടിച്ചിട്ടിരിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം VNV. 9 കില്ല് സെക്യൂർ ചെയ്ത് VNV ടോപ്പ് ഓഫ് ദ ടേബിളിൽ എത്തിയിട്ടുണ്ട് 9 കില്ലോട് കൂടി. ആൻഡ് നോട്ടികെക്സ് നോക്കുകയാണെങ്കിൽ 6 കിലോ ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് 6 കില്ലോട് കൂടി രണ്ടാമതും. അതുപോലെ DLX നോക്കുകയാണെങ്കിൽ 1 കില്ലും. കറന്റ്ലി ഇതാണ് നമ്മുടെ DLX-ലെ ജോഷു അവിടെ സോണിൽ നോക്കാവുന്നു. പക്ഷെ VNV-യുടെ ഫസ്റ്റ് പ്ലെയർ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഒരു നോക്ക് വീഴുമ്പോൾ ഇങ്ങനെ ഒരു കംബാക്ക് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. VNV-യുടെ അതും വളരെ ഡിസഡ്വാൻറ്റേജിൽ നിന്ന കളിയും ആ റിഡ്ജിന് ചുറ്റും കറങ്ങി കയറി വന്ന് എല്ലാവരും വീണിട്ടും ലാസ്റ്റ് 4 പേര് നിന്ന് ആ ഗെയിം പ്ലേ തിരിച്ചു പിടിക്കുവാണ് അവര്. അതെ, ഉറപ്പായിട്ട് കിടില ഒരു ഗെയിം പ്ലേ ഫ്രം VNV-ക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാം. VNV-യുടെ സൈഡിൽ നിന്ന് ക്ലാപ്പ് ഓൾറെഡി ഇതിനകത്തുണ്ട്. സോ അപ്പൊ VNV-യുടെ സൈഡിൽ നിന്ന് ഒരു കിടിലൻ ഒരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ബാക്കിയുള്ള ടീമുകളൊക്കെ സോണിലേക്ക് വരുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. ആക്ച്വലി TVയുടെ IGL-ന് ഒരുപാട് അപ്രിസിയേഷൻ ആണ് വരുന്നത്. വെൽ പ്ലാൻഡ് ആൻഡ് ജഡ്ജ്ഡ് സോൺ എന്നാണ് നമുക്ക് TVയുടെ. ആരാണ് IGL കറന്റ് ഇതിന്റെ? ബൊബോയാണ്. ഓക്കെ ബൊബോയ് ആണ് ക്ലാപ്പ് നിങ്ങൾ കൊടുത്തത് അംഗീകരിച്ചിരിക്കുന്നു. ബോബോയ് ക്ലാപ്പ് കൊടുത്തത് എന്താ നീ പറയണേ? അല്ല, അത് TVയുടെ IGL എന്ന് പറഞ്ഞിട്ട് തീയൊക്കെ ഇടുന്നായിരുന്നു. കോച്ചാണ് IGL. ഓക്കെ ചാറ്റിൽ പറയുന്ന ഫുള്ള് വിശ്വസിക്കണ്ട. VNV-യുടെ അവസാനത്തെ 4 പ്ലേയേഴ്സിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് R67 വരുന്നുണ്ട്. R67 vs VNV 4 പ്ലേയേഴ്സ് മാത്രമേ VNVക്ക് ബാക്കിയുള്ളൂ. ഒരു വളരെ ഡിസഡ്വാൻറ്റേജിലാണ് VNV കളിക്കാൻ പോകുന്നത്. R67 അവിടെ ഈസി ആയിട്ട് 4 കില്ല് സെക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കുറുപ്പ് ഡാനി അവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. രാജ റെഡ്ഡിയെ അവിടെ പെരുന്നാൾ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. DLX R67 സൈഡിൽ നിന്ന് പെരുന്നാൾ അടി. ആൻഡ് ജോഷു അവിടെ നോക്കെടുക്കുന്നു. ഷവർമയെ നോക്കെടുക്കുന്നു. കുറുപ്പ് ഡാനി അവിടെ നോക്കെടുക്കുന്നു. DLX-ലെ കുറുപ്പിടാനി 2 പ്ലേയേഴ്സിനെ ഫിനിഷ് ഓഫ് ആക്കി. ഒരാൾ VNV-യും അങ്ങനെ ലോബിയിൽ നിന്ന് എലിമിനേറ്റ് ആവുന്നു. VNV ഫിനിഷ് ഓഫ് ആവുന്നു. കറക്റ്റ് സമയത്ത് R67 വന്ന് ഫിനിഷ് ഓഫ് ആക്കുന്നു VNV. അവിടെ കറന്റ് നോക്കിയാൽ VNV വിത്ത് 9 കിൽസ്, R67 നോട്ടികെക്സ് വിത്ത് 6 ആൻഡ് R67 വിത്ത് 5 കില്ലാണ് കറന്റ് ഉള്ളത്. 9-15-20 കില്ല് കറന്റ് നമുക്ക് ആയിട്ടുണ്ട് ടോട്ടൽ. ഇനി 60 പേരും 6 ടീമുമാണ് കറന്റ് നമുക്ക് ഇലയുള്ളത്. നമുക്ക് നോക്കാം. മാസ്റ്റർ മോട്ടൽ ബിൽഡിങ്ങിന് യാതൊരുവിധ മൂവ്മെന്റും മോട്ടൽ ബിൽഡിംഗിൽ നടത്തില്ല. RB7 ഇവിടെ RB7ന്റെ അടുത്തേക്ക് വേറെ ഏതെങ്കിലും പ്ലേയേഴ്സ് വരുന്നുണ്ട്? ഇനി ഏതെങ്കിലും പ്ലേയേഴ്സ് കൂട്ടിമുട്ടാനുള്ള
സാധ്യത ഇല്ല ഇനി കുറച്ച് നേരത്തേക്ക് സൈലൻസ് ആണ് നമ്മൾ വീണ്ടും സൈലൻസിലേക്ക് പോകുന്നു. 19 സെക്കൻഡിൽ സോൺ ക്ലോസ് ആവുന്നതായിരിക്കും. 19 സെക്കൻഡിൽ അടുത്തൊരു സോൺ നമുക്കറിയാം. RB7 ഒരു കാർഡ് ഇളകി വരുന്നവരെ ഇങ്ങനെ ഇളകി വന്ന് അവരെ പൊതിഞ്ഞു കഴിച്ചു പോയി. അത് RB7 അല്ല, അത് RSL7 ആണ്. വീണ്ടും മിസ്റ്റേക്ക് പറയുന്നു. മിസ്റ്റേക്കുകൾ ദയവ് ചെയ്ത് കാസറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. RSL7 ഞാനില്ല. അടുത്ത ഗെയിമോട് കൂടി ഞാൻ ഇൻ ഗെയിം അതെവിടെ കേട്ടത് അപ്പാ? അത് എനിക്കറിഞ്ഞൂടാ. സോ നോക്കുകയാണെങ്കിൽ RB7ന്റെ സൈഡിൽ നിന്ന് സോൺ ക്ലോസ് ആയിട്ടുണ്ട്. അടുത്തൊരു സോൺ വന്ന് നിൽക്കുന്നത് TVA മാത്രമാണ് ആ സോണിലുള്ളത്. TVAക്ക് വേണ്ടി ഉണ്ടാക്കിയ സോണാണോ ഇത്? TVAക്ക് വേണ്ടിയാണോ? TVAക്ക് വേണ്ടിയാണ് ഈ സോൺ ഉണ്ടാക്കിയത്. ഈ സോൺ TVAക്ക് വേണ്ടിയാണ്. ചിലപ്പോൾ ഇത് അഡ്മിൻസുമായിട്ടുള്ള കളിയായിരിക്കും. TVA പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. എന്തായാലും അടുത്തൊരു സോൺ കംപ്ലീറ്റ്ലി TVAയുടെ പ്ലേയേഴ്സിന് സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. ആൻഡ് 6 ടീമുകളും 60 പ്ലേയേഴ്സും ബാക്കി ഒരു കാര്യം ആലോചിക്കണം. ഇനിയുള്ള 6 ടീമിലും 10 പ്ലേയേഴ്സും എലയുമാണ്. ഇനിയുള്ള ഒരു 10v10 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓ TVA versus RSL7 നടക്കാനുള്ള ചാൻസ്. TVA versus RSL7 അവിടെ ഫൈറ്റ് എടുക്കുന്നു. ഇക്രമോന് ടാഗ് കൊടുക്കുന്നു. നല്ല ടാഗ് കൊടുക്കുന്നു. TVA versus RSL7 ആണോ? നമുക്ക് നോക്കാം. RSL7 versus TVA ആണോ അവിടെ നടക്കാൻ പോകുന്നതെന്ന് നോക്കി നോക്കാം. വേൾഡ് ടീംസ് versus DLX അവിടെ മാഫിയ versus നടക്കുന്നു. മാഫിയ versus ഉഷ്ണമൂലയിലെ ഒരു പ്ലെയറിനെ ഓൾറെഡി മാഫിയ നോക്കാക്കിയിരിക്കുന്നു. മാഫിയ വക്കച്ച നോക്കാനുള്ള ജോയി അവിടെ ഉഷ്ണമൂല അവിടെ മാഫിയ അടിച്ചിറക്കുന്നു. നമുക്ക് നോക്കാം. നല്ലൊരു ടൈംലി സ്മോക്ക് ആയിരുന്നു അവിടുന്ന്. ആ ഒരു സ്മോക്കില് ഉഷ്ണമൂല versus മാഫിയ. ആ ഒരു റിഡ്ജ് കവർ എടുത്ത് മാഫിയ പുഷ് ചെയ്ത് പോകുന്നുണ്ടോ നോക്കാം. മാഫിയ ഡോമിനേറ്റ് ചെയ്ത് ഫൈനലിൽ വന്നൊരു ടീമാണ്. മാഫിയയുടെ സൈഡിൽ നിന്ന് എന്താണ് അവരുടെ ഗെയിം പ്ലാൻ എന്ന് നമുക്ക് നോക്കാം. മാഫിയ സ്റ്റിൽ അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് ആ ഒരു ഫൈറ്റ് കമ്മിറ്റ് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ് അവരുടെ. റൈറ്റ് ആംഗിൾ മാഫിയ ജോയി അവിടെ വക്കച്ചനെ ഫിനിഷ് ആക്കുന്നു. ഉഷ്ണമൂല വക്കച്ചനെ. മാഫിയ നല്ലൊരു അഡ്വാൻറ്റേജ് എടുത്ത് കയറി വന്നിരിക്കുന്നു. ആൻഡ് ഷുക്കൂറിന് അവിടെ ടാഗ് കൊടുക്കാനുള്ള സ്ഥാനം മോൾട്ടോസും എല്ലാം കറക്റ്റ് സമയത്ത് വരുന്നു. മാഫിയ വേഴ്സസ് ഉഷ്ണമൂല. ഷുക്കൂർ അവിടെ നോക്കാക്കുന്നു. മാഫിയ പങ്കോജി ക്ലൗൺ XD നോക്കാക്കുന്നു. ഫിഗോ അവിടെ മാഫിയ മാഫിയ അടുത്തൊരു പ്ലെയറിനെ കൂടെ 3 പ്ലേയേഴ്സ് മാത്രം. ഉഷ്ണമൂലയ്ക്ക് 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഉഷ്ണമൂല കമാരൻ നിന്ന് ട്രൈ ചെയ്യുന്നു. കമാരനെ അവിടെ നോക്കിടുന്നു. പങ്കോജി നോക്കിടുന്നു. ആൻഡ് മാഫിയ ഫിനിഷിംഗ് ഓഫ് ഉഷ്ണമൂല. ആൻഡ് ഇവിടെ ഇതുവരെ ഒരു ഫൈറ്റ് ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. TVA versus RSL7. മൊളറ്റോവ്സും സ്മോക്കും ഒക്കെ കറക്റ്റ് സമയത്ത് വരുന്നു. അവിടുന്ന് റൈറ്റ് റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. അതെ, റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. അവിടെ റൗട്ട് ഗലിറ്റ് ലോക്കാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് കറക്റ്റ് ടൈംലി ഹീലിംഗ് നോക്കിയിട്ട് അവര് ബാക്ക് ഓഫ് ആവുകയാണ്. ആ ഒരു ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല. DLX റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് സോണിലേക്ക് കയറാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. TVAയും കറക്റ്റ് സമയത്ത് പോയൊരു പൊസിഷൻ പിടിക്കാൻ. മാഫിയ ഈ ഒരു ശബ്ദം കേട്ട് മുകളിലോട്ട് വരുന്നുണ്ട്. മാഫിയ ദ ഫൈനൽ സർക്കിൾ. 5 പേരും 50 പ്ലേയേഴ്സും 5 ടീമും 50 പ്ലേയേഴ്സുമാണ് അവിടെ. മാഫിയ TVA തേർഡ് പാർട്ടി അടിക്കാനുള്ള. മാഫിയയിൽ ഒരാളെ ഫിനിഷ് ചെയ്തായിരുന്നു നോക്കായത്. ഇല്ലല്ലോ 50 ഫിനിഷ് ചെയ്തായിരുന്നു. ഒരാളെ ഫിനിഷ് ചെയ്തായിരുന്നു. മാഫിയ ആര്? അപ്പൊ അത് ബഗ്ഗാണ്. 50 പ്ലേയേഴ്സ് ഉള്ളത്, 49 വരെ ഉള്ളൂ. സോ TVAക്ക് മേളിൽ നിന്നും താഴെ നിന്നും അടി കിട്ടേണ്ട അവസ്ഥയിലോട്ട് വരുന്നു തോന്നുന്നു. TVA versus വള്ളി ടീംസ്. TVA versus വള്ളി ടീംസ് ആയിരിക്കുന്നു. കോച്ചിനെ അവിടെ നോക്കാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കോച്ച് അവിടെ നോക്കാവാനുള്ള ഇല്ല. കില്ലോ നോക്കായില്ല. കറക്റ്റ് സമയത്തേക്ക് RSL7 അവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. RSL7 versus മാഫിയ ആവുമോ? RSL7 versus മാഫിയ. RSL7 versus മാഫിയ ആവാനുള്ള ചാൻസ് ഉണ്ട്. RSL7 versus മാഫിയ അവിടെ കുട്ടിദാസ് സ്വന്തം ടീമിനെ ഒരാളെ നോക്കിയിട്ടുണ്ട്. അവർക്ക് പ്ലെയർ ഡിസഡ്വാൻറ്റേജ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്വന്തം ടീമിലെ ഒരു പ്ലെയറിനെ കൂടെ നോക്കാക്കി. നമുക്ക് നോക്കാം. ഇവിടെ മാഫിയ വേഴ്സസ് DLX. നല്ല ടാഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. മാഫിയ വേഴ്സസ് DLX. പ്രണവ് സേട്ടൻ അവിടെ മാഫിയ കെൻഡോയെ നോക്കാക്കുന്നു. മാഫിയ കെൻഡോയെ നോക്കാക്കി.
നിക്രമോൻ അവിടെ മാഫിയയിൽ ഒരു പ്ലെയറോട് നോക്കാക്കുന്നു. കുറുപ്പിടാനി നോക്കെടുക്കുന്നു. പ്രണവ് സേട്ടൻ ചാരണവരെ നോക്കെടുക്കുന്നു. ഡ്രീമർ നോക്കെടുക്കുന്നു. മാഫിയ കംപ്ലീറ്റ്ലി നോക്കൗട്ട് ആവുന്നു. പ്രണവ് സേട്ടൻ അടുത്തൊരു പിക്ക് എടുക്കുന്നു. മാഫിയ വൈപ്പ് ഓഫ് ആക്കിയിരിക്കുന്നു. DLX അവിടെ മാസ് കറക്റ്റ് സമയത്ത് മാസ് വരുന്നു കറക്റ്റ് സമയത്ത്. TVA വേഴ്സസ് RB7 നടക്കുന്നു. ഇവാട്രോണിനെ നോക്കിടാനുള്ള നല്ല ചാൻസ് അവിടെ. ജൂഡ് ഇവാട്രോണിനെ നോക്കാക്കി ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് അവിടെ മാസ് വേഴ്സസ് DLX ആയിട്ടുണ്ട്. ആൻഡ് TVA വേഴ്സസ് RB7. 5 ടീമും 40 പേര് മേലെ ഇവ 5 4 ടീമാണ്. 4 ടീമും 2 ടീം തമ്മിൽ ഫൈറ്റും. 4 ടീമും അവക്കാടോ അഗ്രസീവായി കളിക്കുന്നു. അത് ഉമ്മിലാരെ കില്ലോ അവിടെ RB7 മിഹോക്കിനെ നോക്കാക്കുന്നു. കില്ലോ അവിടെ നോക്കെടുത്തിരിക്കുന്നു. പെരുന്നാളടി. 13 കില്ലോട് കൂടി RZ7 ആണ് ലോബിയിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത്. ആൻഡ് മാഫിയ 9ഉം VNV 9ഉം നോക്ടിക് എക്സ് 6ഉം TVX വള്ളി ടീം 1ഉമാണ് കറന്റ്ലി ഉള്ള സ്കോർ എന്ന് പറയണത്. 13 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട് ഇവിടെ DLX. ആൻഡ് മാസ് ഈ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. മാസ് സോൺ നിങ്ങളെ കാണിച്ചു തരാം. കറന്റ്ലി ഇതാണ് സോൺ. ഈ ഒരു സോണിലേക്ക് ആരൊക്കെ ഇതിൽ കറന്റ്ലി സോണിൽ RB7 മാത്രമാണ് സോണിന് പുറത്തുള്ളത്. ആൻഡ് നോക്കുവാണെങ്കിൽ ഇവിടെ ഇതാ ഉഷ്ണമൂലയിൽ ഒരു പ്ലെയർ എലവായിട്ടുണ്ട്. കത്തിപ്പോയിട്ട് വന്നത്. RB7 റൈറ്റ് കറങ്ങി സോണിലേക്ക് കയറിയേ പറ്റത്തുള്ളൂ. TVയുടെ സൈഡ് ഫൈറ്റ് എടുത്തേ പറ്റത്തുള്ളൂ എന്നാണ് RB7 സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? RB7 ലുഫി അവക്കാടോയ്ക്ക് നല്ല ടാഗ് കിട്ടുന്നു. അവക്കാടോ രായൻ നോക്കാക്കുന്നു. രായൻ ഒരു കില്ലെടുത്തിരിക്കുന്നു. അവിടെ രായൻ ഒരു നോക്ക് എടുത്തിരിക്കുന്നു. ആൻഡ് ലുഫിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ടീമിന് വേണ്ടിയിട്ട് സോൺ വരുന്നുണ്ട്. അവർക്ക് സോണിലേക്ക് കയറിയേ പറ്റത്തുള്ളൂ. 2 സൈഡിൽ നിന്നും അടി വരുന്നുണ്ട്. ആൻഡ് RB7 വിക്ടർ മാസ് അവിടെ അഗ്രസീവായിട്ട് ആ ഫൈറ്റ് എടുക്കാൻ വന്നു. മാസ് സോനുമോൻ അവിടെ ഫൈറ്റ് എടുക്കുന്നു. ഈ ഒരു സമയത്ത് RB7 അമ്പത്തൂർ അവിടെ നോക്ക് എടുക്കുന്നു. ലുഫി അവിടെ നോക്ക് എടുക്കുന്നു. സോനുമോൻ അവിടെ അടുത്തൊരു നോക്ക് എടുക്കുന്നു. RB7 അടുത്ത സോൺ മാറിയിരിക്കുന്നു. സോൺ ഫേവറബിൾ ആയിട്ട് ആർക്കാണ് പോയേക്കുന്നത്? RZ7 ഫേവറബിൾ ആയിട്ടുള്ള ഒരു സോൺ പോയിരിക്കുന്നു. RZ7 ആണ് കറന്റ്ലി സോണിലുള്ള ഏക ടീം എന്ന് പറയുന്നത്. RZ7 ആണ് ഫേവറബിൾ ആയിട്ട്. വള്ളി ടീംസ് അമ്പത്തൂരിന് നല്ല ടാഗ് കിട്ടുന്നു. കണ്ണാപ്പി അവിടെ ഡാനി അലക്സാണ്ടറിനെ കണ്ണാപ്പിക്ക് അടിച്ചിടാൻ പറ്റുമോ? കണ്ണാപ്പി അടിച്ചിട്ടില്ല. ഡാനി അലക്സാണ്ടറിനെ വേറൊരു മാസ് ടൈസൺ ആണ് അടിച്ചിട്ടേക്കുന്നത്. ആൻഡ് അവിടെ മാസ് വേഴ്സസ് RB7 നടക്കുന്നു. മാസ് 8നെ അടിച്ച് ഫിനിഷ് ഓഫ് ആക്കുന്നു. സോണിലേക്ക് കയറണം എല്ലാ ടീമുകൾക്കും. ഇവിടെ മാസിന്റെ പ്ലേയേഴ്സിന് നല്ലതുപോലെ ടാഗ് കിട്ടുന്നുണ്ട്. മാസിലെ ഒരു പ്ലെയർ അവിടെ നോക്കാണ്. റേജ് അവിടെ നോക്കാണ്. റേജിനെ ഫിനിഷ് ഓഫ് ആക്കാൻ പറ്റുമോ? റേജിനെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ലോലൻ അവിടെ കില്ല് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഇവിടെ RB7 ജൂഡിനെ അവിടെ DLX-ലെ ഒരു പ്ലെയർ ഫിനിഷ് ആക്കി കളയുന്നു. DLX-ലെ ഒരു പ്ലെയർ ജൂഡിനെ ഫിനിഷ് ഓഫ് ആക്കിയിട്ടുണ്ട്. ആൻഡ് മാസ് ബുള്ളോപ്പി അവിടെ അപ്പുക്കുട്ടനെ നോക്കാക്കുന്നു. ബുള്ളോപ്പിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു പിക്ക്. അപ്പുക്കുട്ടനെ നല്ല ടൈംലി നോക്കാക്കി കിട്ടുന്നു. അപ്പുക്കുട്ടനെ അവിടെ സോണിലേക്ക് എൻ്റർ ചെയ്യാൻ അവർക്ക് സോണിലേക്ക് എൻ്റർ ചെയ്തേ പറ്റുള്ളൂ. വാറ്റ് ഗോഗു അവിടെ നല്ലൊരു റിവൈവൽ. അപ്പുക്കുട്ടനെ അവിടെ റിവൈവ് ചെയ്യുന്നു. പക്ഷേ മാസ് അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. മാസ് രാൻ സോൺ രായൻ അവിടെ ഒറ്റയ്ക്ക് ആകുമെന്ന് നോക്കി നോക്കാം. രായൻ്റെ അടുത്തേക്ക് മാസ് പുഷ് ചെയ്ത് വരുന്നു. ഡീമൻ അവിടെ ഫൈറ്റ് കമ്മിറ്റ് ആയി. മാസ് വേഴ്സസ് വള്ളി ടീംസ്. ആൻഡ് ഡീമൻ അവിടെ ഡിവൈനെ നോക്കാക്കുന്നു. ഡീമൻ അവിടെ ഒരു ഫസ്റ്റ് പിക്ക് എടുത്തിരിക്കുന്നു. ആൻഡ് കോച്ചിന് അവിടെ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. മാസ് സോൺ വന്നിരിക്കുന്നു. 20 സെക്കൻഡ് സോൺ ക്ലോസിംഗ് ആണ്. സോണിൽ പോവാത്തത് ഭയങ്കര മണ്ടത്തരമായി പോയി ഈ ഒരു 2 ടീമിന്. ബുള്ളോപ്പി അവിടെ ലോലനെ വൈപ്പ് ഓഫ് ആക്കുന്നു. ഗോഗു അവിടെ ബുള്ളോപ്പി എടുത്തിട്ടുണ്ട്. മാസ് ഗോളി അവിടെ ഗോകുവിനെ നോക്കാക്കുന്നു. ഗോഗു അവിടെ നോക്കായി. ആൻഡ് TV വള്ളി ടീംസ് കണ്ണാപ്പി അവിടെ നോക്കെടുക്കുന്നു. കണ്ണാപ്പി നോക്കെടുത്തില്ല. ഗില്ലു അവിടെ നോക്കെടുക്കുന്നു. മാസിൽ 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. TV വേഴ്സസ് മാസ് വേഴ്സസ്
RSL7 in the final circle. ഉഷ്ണമൂല joining. ഉഷ്ണമൂലയിൽ ഒരു പ്ലെയർ വന്നു. മാസിൽ അൺബാൻ കണ്ടിരിക്കുന്നു. 4 ടീമുകൾ തിരിച്ചു പോകുന്നു. വാറ്റുകോഗുവിന്റെ കില്ല് അവിടെ സെക്യൂർ ആയിട്ടുണ്ട്. വാറ്റുകോഗു എടുത്ത കിൽസ് അവിടെ സെക്യൂർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. മാസിലെ പ്ലേയേഴ്സ് അവിടെ എല്ലാ കിൽസും സെക്യൂർ ചെയ്യുന്നു. ടിവിയുടെ കിൽസ് എല്ലാം. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ രായനും അപ്പുക്കുട്ടനും കണ്ണാപ്പിയും കില്ലുവയും മാത്രമേ ടിവിക്ക് ബാക്കിയുള്ളൂ. ആൻഡ് 3 ടീമുകൾ മാത്രം ബാക്കി. 3 ടീമും 16 പ്ലേയേഴ്സുമാണ് കറന്റ് നമുക്കുള്ളത്. നമുക്ക് നോക്കി നോക്കാം. അതിൽ മാൻ അഡ്വാൻറ്റേജ് എങ്ങനെ പോയാലും DLXന് തന്നെയാണ് വളരെ നല്ലൊരു മാൻ അഡ്വാൻറ്റേജ് ഉണ്ട്. DLXന് 10 പ്ലേയേഴ്സും എലയുമാണ്. 10 പേരും ഇല്ലേ അവര്? 10 പേരും എലയുമായിട്ടാണ് DLX കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അടുത്ത ഒരു സോൺ. ഇനി സോൺ ഫ്രണ്ടിലോട്ട് കയറിയ പടത്തുള്ള മാസത്തിന് നല്ലൊരു അഡ്വാൻറ്റേജ് കളിക്കുന്നു. RSL7 നല്ലതുപോലെ സോൺ. അവിടെ അപ്പുക്കുട്ടൻ നോക്കാക്കുന്നു. ഡ്രീം അവിടെ അപ്പുക്കുട്ടനെ നോക്കാക്കുന്നുണ്ട്. അതുപോലെ രായൻ സോണിലേക്ക് പോകുന്നുണ്ട്. നല്ല ടാഗ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. സാധ്യതയുണ്ട്. മാസിലെ അൺബാൻ അവിടെ ജോഷുവ നോക്കാക്കുന്നു. ടൈസൺ മാസ് അവിടെ വൈപ്പാവുന്നു. ലാസ്റ്റ് 2 ടീം വള്ളി ടീംസ് വേഴ്സസ് DLX. മാത്രം കോച്ച് സോൺ ഔട്ട് ആയിട്ടുണ്ട്. സോൺ ഔട്ട് ആയി. ആൻഡ് ഒരു പ്ലെയർ മാത്രം ബാക്കി. കണ്ണാപ്പി മാത്രം ബാക്കി. TV വേഴ്സസ് DLX. RSL7 and RSL7 getting the H1 with 22 frag. 22 ഫ്രാഗോട് കൂടി ഈ RSL7 x DLX ആണ് ഫസ്റ്റ് അടിക്കുന്നത്. നമുക്ക് നോക്കാം. ആൻഡ് RSL7 x DLX നോക്കിയാൽ 22 കില്ലോട് കൂടി 32 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് TVA x വള്ളി ടീംസ് നോക്കുകയാണെങ്കിൽ ഹാഷു ആണ് 10 കില്ലോട് കൂടി 16 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് മാസ് നോക്കുകയാണെങ്കിൽ 3 ഹാഷ്3 ആണ് 10 കില്ലോട് കൂടി 15 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. മാഫിയ നോക്കിയാൽ #6 ആണ് 9 കില്ല് മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. 11 കില്ല് പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. VNV നോക്കിയാൽ #7 ആണ് 9 കില്ലോട് കൂടി 10 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. നോട്ടിക് നോക്കിയാൽ #8 ആണ് 6 കില്ലോട് കൂടി 7 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഉഷ്ണമൂല നോക്കുകയാണെങ്കിൽ 4 കില്ലോട് 4 ആണ് 1 കില്ലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. RB7 നോക്കിയാൽ #5 ആണ് 1 കില്ലോട് കൂടി 4 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഇവിടെ പ്ലെയർ യെസ് DLX ജോഷു ആണ് ഏറ്റവും കൂടുതൽ കിൽസ് എടുത്തിരിക്കുന്നത്. സെയിം കിൽസ് ആണ് DLX ജോഷുവും മിക്രുമോനും 5 കില്ല് വെച്ചാണ് എടുത്തിരിക്കുന്നത് രണ്ടുപേരും. അത് കഴിഞ്ഞ് വരുന്ന മുസ്തഫ ആണ് DLX ആണ് 4 കില്ലാണ് എടുത്തിരിക്കുന്നത്. DLX പ്രണവ്സേട്ടനാണ് 3 കില്ല് എടുത്തിരിക്കുന്നത്. NTX ജാസി ആണ് 3 കില്ല് എടുത്തിരിക്കുന്നത്. VNV ആട്രസ് ലോക്കിയാണ് 3 കില്ല് എടുത്തിരിക്കുന്നത്. TVA വാറ്റുകോക്കു വിത്ത് 2 kills ആൻഡ് പങ്കോങ് വിത്ത് 2 kills. കുറുപ്പ് ഡാനി വിത്ത് 2 kills ആൻഡ് DLX ഐഗാഫ് ഡ്രീം വിത്ത് 2 kills ആൻഡ് ക്ലൗൺ XD വിത്ത് 2 kills. പിന്നെ വരുന്നത് മാഫിയ ഷാഡോ വിത്ത് 2 kills ആൻഡ് കണ്ണാപ്പി വിത്ത് 2 kills. അൻബാൻ കോച്ചിന് ഒരു കില്ല്. ഇതാണ് കറന്റ് വരുന്ന പ്ലെയർ കൗണ്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോവാണ്. ആൻഡ് വെരി വെൽ പ്ലേഡ് ഫ്രം RSL7. നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു. കറക്റ്റ് സമയത്ത് സോണിൽ കയറി, കറക്റ്റ് സമയത്ത് ഫൈറ്റ് എടുത്തു, തേർഡ് പാർട്ടീസ് എടുത്തു, എല്ലാം കറക്റ്റ് ടൈംലി ചെയ്തായിരുന്നു. ആൻഡ് വെരി വെൽ പ്ലേഡ്. നമുക്ക് RSL7ലെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ നമുക്ക് VCയിലോട്ട് വിളിക്കാം. ഓക്കെ. ഹലോ കുറുപ്പാണോ? കുറുപ്പേ വെൽക്കം. എങ്ങനെ ഉണ്ടായിരുന്നു മാച്ചസ് ഒക്കെ? മാച്ച് എക്സ്പീരിയൻസ്? ആക്ച്വലി ഇത് ടെസ്റ്റ് ഒക്കെ കളിച്ച് കുറച്ച് എക്സ്പീരിയൻസ് നമ്മളുണ്ട്. പക്ഷേ ചെറിയ ഒരു ഡിഫക്റ്റുകൾ കാഴ്ച വെച്ചെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ടീം കളിച്ച് എല്ലാ പ്ലേയേഴ്സും കോർഡിനേഷനോടെ തന്നെ കളിച്ചു. നല്ല രീതിക്ക് തന്നെ പോയി. അതുകൊണ്ട് #1 അടിക്കാൻ പറ്റി. എങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ആദ്യമേ തൊട്ട് അടിച്ചു കളിക്കുകയാണോ അതോ? ആദ്യമേ അടിച്ചു കളിക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങി. ഫസ്റ്റ് ഒരു ഫൈറ്റ് എടുത്തു. അപ്പൊ ടീം ബാക്ക് ഓഫ് ആയി. ഇപ്പം നിങ്ങൾക്ക് കാണായിരുന്നല്ലോ, എല്ലാ ടീമും ഹോൾഡ് ചെയ്താണ് കളിച്ചത് മാക്സിമം. അപ്പൊ നമ്മൾ കിട്ടിയ ഫൈറ്റ്സ് എല്ലാം കയറി ജോയിൻ ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു പൊസിഷൻ എടുത്ത് തന്നെ. കാരണം പൊസിഷനും കളയാൻ പറ്റില്ല, ഫൈറ്റ് വിടാനും പറ്റില്ല, കിൽ പോയിന്റും. എന്തായാലും നല്ല രീതിക്ക് വെരി വെൽ പ്ലേഡ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അപ്കമിംഗ് മാച്ചസ് ബ്രോ. താങ്ക് യു ബ്രോ. അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ. താങ്ക് യു. സോ ഗൈസ്, അപ്പോൾ അടുത്തൊരു മാച്ച് വീണ്ടും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം